നിങ്ങൾ നൽകിയ ഈ രേഖകളിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. KZIVE കഴിവ് എന്നൊരു അന്താരാഷ്ട്ര ലൈഫ് സ്കിൽസ് അക്കാദമിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതെ, യോഗ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ ജീവിത നൈപുണ്യങ്ങൾ, ഇതൊക്കെ സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ മാതൃകയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ A to Z എന്നൊരു ചട്ടക്കൂടാണ്. അതിൽ തന്നെ I for Insight, അതായത് ഉൾക്കാഴ്ച എന്നൊരു ആശയത്തിന് ഇവർ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ഈ ഉൾക്കാഴ്ചയുടെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ഈ രേഖകൾ സംസാരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം. തീർച്ചയായും. പ്രശ്നങ്ങൾ സർവേയിലൂടെ കണ്ടെത്തുക, കഴിവുകൾ കൊണ്ട് പരിഹരിക്കുക, സമൂഹത്തെ സേവിക്കുക, ഇതാണല്ലോ കഴിവ് അക്കാദമിയുടെ പ്രധാന ആശയം. അതെ, കേവലം പുസ്തക അറിവിനപ്പുറം യോഗയിലൂടെ കിട്ടുന്നൊരു മാനസിക കരുത്തും AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും ഇവർ ഒരുമിപ്പിക്കുന്നു. അതെ, A for Apple എന്ന് പഠിക്കുന്നതിന് പകരം A for Action, അതായത് പ്രവർത്തനം എന്ന് പഠിപ്പിച്ചാണ് ഇവർ തുടങ്ങുന്നത്. അവിടെയാണ് എനിക്ക് കൂടുതൽ അറിയേണ്ടത്. ഈ I for Insight അഥവാ ഉൾക്കാഴ്ച എന്താണ്? അതുകൊണ്ട് ഇവർ ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് ആശയക്കുഴപ്പങ്ങളെ ഒരു ശാന്തതയായും വെറും പ്രവർത്തനങ്ങളെ ഒരു അവബോധമായും നമ്മുടെ ചിന്തകളെ സത്യമായും മാറ്റുന്ന ഒരു തരം ആഴത്തിലുള്ള ധാരണയാണിത്. അതാണ് ഉൾക്കാഴ്ച. ഓക്കെ. യോഗയെ ജീവിതത്തിന്റെ ഒരു ലൈഫ് ലൈൻ ആയാണ് ഇവർ കാണുന്നത്. ലൈഫ് ലൈൻ? അതെ, അതിലെ ലൈൻ എന്ന വാക്ക് ലവ്, ഇൻസൈറ്റ്, നാച്ചുറൽ, എൻജോയബിൾ എന്നിവയെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് സ്നേഹം, ഉൾക്കാഴ്ച, സ്വാഭാവികം, ആസ്വാദ്യകരം. കൃത്യമായി. അറിവ് നേടുന്നതിലുപരി ഒരു ആഴത്തിലുള്ള ബോധ്യം നേടുക, അതാണ് പ്രധാനം. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. ഉൾക്കാഴ്ചയെക്കുറിച്ച് ഒരു ശാസ്ത്രീയ പഠനം കൂടി ഈ രേഖകളിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? അവരുടെ ശാസ്ത്രീയ ചട്ടക്കൂടനുസരിച്ച് ഉൾക്കാഴ്ച വികസിപ്പിക്കുന്നതിലെ ഒരു പ്രധാന ഘടകം S for സെൻസിറ്റിവിറ്റി ആണ്. സെൻസിറ്റിവിറ്റി, സംവേദനക്ഷമത. അതെ, അതായത് വൈകാരികവും സാമൂഹികവുമായ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നത് ഉൾക്കാഴ്ചയ്ക്ക് അനിവാര്യമാണ്. ശരി. ഇത് വളർത്തിയെടുക്കാനായി വിദ്യാർത്ഥികൾ പരമ്പരാഗത പരീക്ഷകൾക്ക് പകരം AI ടൂളുകൾ ഉപയോഗിച്ച് സ്വന്തമായി വീഡിയോ ബുക്കുകൾ നിർമ്മിക്കുന്ന ഒരു പഠന രീതിയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു മിനിറ്റ്, വീഡിയോ ബുക്കുകളോ? അതെങ്ങനെയാണ് ഈ സംവേദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഒരു വിഷയം പഠിച്ച് ഒരു വീഡിയോ ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് വെറുതെ കാണാപ്പാഠം പഠിച്ചാൽ പോരല്ലോ. പോരാ. ആ വിഷയം ആഴത്തിൽ മനസ്സിലാക്കണം, അതിലെ വൈകാരികത ഉൾക്കൊള്ളണം, പിന്നെ അത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ദൃശ്യരൂപത്തിൽ അവതരിപ്പിക്കണം. അപ്പൊ ഈ ഒരു ക്രിയേറ്റീവ് പ്രോസസ്, അതെ, അതാണ് കുട്ടികളിൽ ആ കഴിവുകൾ വളർത്തുന്നത്. അതെ, ആ ഒരു സൃഷ്ടിപരമായ പ്രക്രിയയാണ് അവരുടെ സംവേദനക്ഷമതയെയും ഉൾക്കാഴ്ചയെയും ഒരുമിച്ച് ഉത്തേജിപ്പിക്കുന്നത്. അപ്പോൾ കഴിവ് എന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല. അല്ല. പുരാതനമായ യോഗയെയും ഭാവിയുടെ സാങ്കേതിക വിദ്യയായ AIയെയും ഒരുമിച്ച് ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ്. വളരെ ശരിയാണ്. ഇതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദുവായി ഉൾക്കാഴ്ച നിലകൊള്ളുന്നു. ഈ രേഖകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പറയൂ. ഒരു കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിച്ച് സമൂഹത്തിനായി സമർപ്പിക്കുക, അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. വളരെ ശക്തമായ ഒരു വാചകമാണത്. ഇത് നമ്മളെ ഒരു പ്രധാന ചോദ്യത്തിലേക്കാണ് ശരിക്കും നയിക്കുന്നത്. സ്റ്റാൻഡേർഡ് പരീക്ഷകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഓരോ വ്യക്തിയുടെയും ആ സവിശേഷമായ കഴിവ് കണ്ടെത്തി വളർത്തുന്ന ഒരു സംവിധാനം നമുക്ക് എങ്ങനെ യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും? അതൊരു വലിയ ചോദ്യമാണ്.